നമ്മുടെ ഇന്നത്തെ നെക്സ്റ്റ് സെഗ്മെൻറ്റ് നിയമവീതി. പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ മലയാളികളായിട്ടൊക്കെ എന്താ പറയുക, ചെറിയൊരു കേരളം എന്നൊരു സംസ്ഥാനത്ത് ഇതുപോലൊരു കാനഡയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒത്തിരിയധികം റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അറിയേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ, ഡൊമസ്റ്റിക് വയലൻസ് ഇല്ലെങ്കിൽ അതുപോലുള്ള മാരേജ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള നിയമ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ലതാ മേനോൻ നിയമവിധി എന്ന ഈ സെഗ്മെൻറ്റിലൂടെ. നിയമവീതിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഇമിഗ്രേഷൻ ലോസിലെ പുതിയ ചേഞ്ചസ്, ഈ കൊല്ലം വന്ന ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ ലേറ്റസ്റ്റ് ഡ്രോ ഈ പ്രാവശ്യം ഫെബ്രുവരി 13 2021 വാസ് ഫോർ കനേഡിയൻ എക്സ്പീരിയൻസ് ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ ക്ലാസ് ഇരിക്കുന്ന പ്രത്യേകിച്ച് ആൾക്കാർക്ക് 1 year ഓഫ് കനേഡിയൻ എക്സ്പീരിയൻസ് വേണം. ആൻഡ് ഇന്ന ആൾക്കാർക്ക് ഈ പൂളിലേക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. Now they all ഇന്ന ആൾക്കാർക്ക് 1 year ഓഫ് കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ they can get invited to apply for the point system or an express entry. ആൻഡ് അതിന് അവരുടെ വർക്ക് പെർമിറ്റിൽ മിനിമം കനേഡിയൻ എക്സ്പീരിയൻസസ് ആയിരിക്കണം. ആൻഡ് ആ കാറ്റഗറി അവർ ബി കാറ്റഗറിയിലായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി പറഞ്ഞ് വിശദമായിട്ട് ഞാൻ പറയാം. അതിൽ കാറ്റഗറീസ് പറഞ്ഞാൽ അണ്ടർ ദ നാഷണൽ ഓക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ സ്കെഡ്യൂളിൽ OABCD എന്ന് പറയും. O എന്ന് പറഞ്ഞാൽ ഈ CEO, പ്രസിഡൻറ്റ്, അങ്ങനത്തെ കമ്പനീൻ്റെ പ്രസിഡൻസ്, അവരാണ് ആ കാറ്റഗറി ഇരിക്കുന്ന ആൾക്കാർ. ദെൻ വരുന്നത് എ കാറ്റഗറി പറഞ്ഞാൽ സീനിയർ മാനേജറൽ പൊസിഷൻസും ഇതുമാണ് ഈ എ കാറ്റഗറിയിൽ. ബി കാറ്റഗറി മിനിമം വേണം ഇന്ന ആൾക്കാർക്ക് ഈ പൂളിലേക്ക് വരാനും ഇന്ന ആൾക്കാർക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബി കാറ്റഗറി എന്തായാലും ആവശ്യമാണ്. ആ ബി കാറ്റഗറിയിൽ ആണ് സൂപ്പർവൈസേഴ്സ് ലെവൽ എന്ന് പറയും. ഈ സൂപ്പർവൈസർ ലെവലിൽ ഇന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ ഈ പൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ. ആൻഡ് ഈ പൂളിലേക്ക് അപ്ലൈ ചെയ്താൽ നമ്മൾ കനേഡിയൻ ഗവൺമെൻറ് വിൽ കോൾ ദം ഓൺ ആൻ എക്സ്പ്രസ് എൻട്രി ഓർ ഇൻ ദ പോയിൻറ്റ് സിസ്റ്റം. രണ്ടാമത്തത് ഈ പ്രാവശ്യം വരുന്നത് ഒരു കോവിഡ് സിറ്റുവേഷൻ കൊണ്ടിട്ട് കനേഡിയൻ ഗവൺമെൻറ് ആരെല്ലാവർക്കും വർക്ക് പെർമിറ്റിൽ അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നു November 30, 2020. സോ നെക്സ്റ്റ് വരുന്നത് കോവിഡ് സിറ്റുവേഷൻസ് ആണ്. കോവിഡ് സിറ്റുവേഷൻസിൽ വേറൊരു സംഗതി ഇപ്പോൾ പുതിയ മാറ്റം വന്നത്, ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്ന 2020 November 30, 2020 എക്സ്പയർ വർക്ക് പെർമിറ്റിൽ അവർക്ക് കനേഡിയൻ ഗവൺമെൻറ് ഒരു 18 മാസം എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ആ എക്സ്റ്റൻഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എവറിത്തിങ് ഓൺ ദ കേസ് ടു കേസ് ബേസിസ് ആണ്, ഓരോരാളുടെ കേസ് ടു കേസ് ബേസിസിലാണ് അതെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ സംഗതികളാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ നിലപാടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ വന്ന പുതിയ ചേഞ്ചസ് എന്ന് ഞാൻ പറയുമ്പോൾ ഫാമിലി കോടതി, ഞാൻ പറഞ്ഞ നമ്മളെ കുടുംബ കോടതിയിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. March 1, 2021 ഈ ചേഞ്ചസ് അണ്ടർ ദ ഡിവോഴ്സ് ആക്ടിലേക്ക്, ദ ഫോമർ ഡിവോഴ്സ് ആക്ട് എന്ത് പറഞ്ഞു, ഇപ്പോഴത്തെ പുതിയ നമ്മൾക്ക് നിയമപ്രകാരം ഇറ്റ് ഈസ് ഓൾ ഗവർൺഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് വിച്ച് ഇസ് സെക്ഷൻ 35.3 എന്ന് പറയും. Now this came into this divorce act provision വന്നത് ഈ March 1, 2021. ഇതിൽ അണ്ടർ ദ ഓൾഡ് കോർട്ട് സിസ്റ്റമിൽ അതർവൈസ് ദ ഫോമർ ആക്ട് പ്രകാരം അവിടെ കസ്റ്റഡി ആയിരുന്നു, ആക്സസ് ഉണ്ടായിരുന്നു, ആക്സസ് ഓൺലി ഫോർ സ്പൗസ് ആൻഡ് നോൺ സ്പൗസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നത് അണ്ടർ ദ ന്യൂ ആക്ട് ഇപ്പോൾ വരുന്നത് കസ്റ്റഡിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെസിഷൻ മേക്കിംഗ് ആൻഡ് പേരൻറ്റിങ് ടൈം എന്ന് പറയും. അത് ക്ലോസ് സെക്ഷൻ 35.4 ക്ലോസ് എയിലാണ് അത് വരുന്നത്. രണ്ടാമത് ആക്സസ് ഓൺലി ഫോർ സ്പൗസ് എന്ന ആദ്യ ഫോർമർ ആക്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ആക്ടിൽ പേരൻറ്റിങ് ടൈം അണ്ടർ സെക്ഷൻ 35.4 ക്ലോസ് ബിയിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഈസ് ആക്സസ് ഓൺലി ഫോർ നോൺ സ്പൗസ്. പറഞ്ഞാൽ നമ്മളുടെ അച്ഛനും അമ്മയും ഇല്ലാണ്ട്, ഈ കുട്ടീൻ്റെ അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഫോർ നോൺ സ്പൗസ് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് പേരൻസ് ആണോ, അങ്കിളോ, ആൻറ്റിയോ, ബ്രദറോ, അങ്ങനത്തെവർക്ക് ഇപ്പോൾ കോൺടാക്റ്റ് പറഞ്ഞിട്ട് ഒരു പുതിയ വേർഡ് ഈ ന്യൂ ആക്ടിൽ പ്രകാരം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 35.5. ഇതിൽ ഒത്തിരി ചേഞ്ചസ് വന്നു തൊട്ടിട്ട് നമ്മളുടെ ഇപ്പോൾ ഡിവോഴ്സ് ആപ്ലിക്കേഷൻസ് എല്ലാം
മാറി. ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസ് 2021 ആ മാർച്ച് 1 തീയതിക്ക് ആ ആപ്ലിക്കേഷൻ തന്നെ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പണ്ട് നമ്മൾ ചെയ്യുന്നതല്ല, ഇപ്പോൾ പുതിയ ഈ വേർഡിങ്സ് യൂസ് ചെയ്തിട്ടാണ് പുതിയ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കുടുംബത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ലെങ്കിൽ അണ്ടർ ഡിവോഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യണോ, ഇല്ലെങ്കിൽ കസ്റ്റഡീസ് അണ്ടർ ദ ന്യൂ ആപ്ലിക്കേഷൻ വി ഹാവ് ടു അപ്ലൈ ഫോർ ഇറ്റ്. നൗ there are so many replacing changes വന്നിട്ടുണ്ട് for the current language of custody with terminology reflecting to the parents' responsibility for the children. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് decision making responsibility and parenting time, contact orders for non-spouses with the leave under section 16.5, example grandparents-ന് വേണമെങ്കിലോ contact principles. Now, parenting plans are encouraged but they are not mandatory. നമ്മൾക്ക് ഇപ്പോൾ ഡെസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, പണ്ട് നമ്മൾ ജോയിൻറ്റ് കസ്റ്റഡി എന്ന് പറയും. ജോയിൻറ്റ് കസ്റ്റഡിയിൽ കുറേ ആൾക്കാർക്ക് എന്താണ് ഈ ജോയിൻറ്റ് കസ്റ്റഡി മനസ്സിലാവുന്നില്ല. ജോയിൻറ്റ് കസ്റ്റഡി വിചാരിക്കും രണ്ടുപേരും കുട്ടികളെ കയ്യിൽ പിടിച്ച് വെക്കുന്നതാണ് ജോയിൻറ്റ് കസ്റ്റഡി. അല്ല, ജോയിൻറ്റ് കസ്റ്റഡി പറഞ്ഞാൽ ഇപ്പോഴത്തെ അത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഡെസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, സിഗ്നിഫിക്കൻറ്റ് ഡെസിഷൻസ്, നമ്മളെ കുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ വിടുതല വേറെ ആയിട്ട് താമസിക്കുന്നെങ്കിൽ ആ കുട്ടീൻ്റെ നമ്മൾക്ക് ഹെൽത്ത്, ആ കുട്ടീൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ട്, ആ കുട്ടീൻ്റെ പഠിപ്പിനെ പറ്റിയിട്ട്, എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, പിന്നെ കൾച്ചറൽ ലാംഗ്വേജ്, ഏത് ഭാഷയാണ് ആ കുട്ടി സംസാരിക്കേണ്ടത്, റിലിജൻ, ഏത് മതമാണ് ആ കുട്ടിക്ക് ഫോളോ ചെയ്യേണ്ടത്, പിന്നെ സ്പിരിച്വാലിറ്റി എന്താണ്, നമ്മൾ ഏത് ഭഗവാനെയാണോ ഏത് മതത്തിനെയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആൻഡ് സിഗ്നിഫിക്കൻറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഈ ഡെസിഷൻസ് ഇതിനാണ് നമ്മൾ ജോയിൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡെസിഷൻസ് അബൌട്ട് ദ ചൈൽഡ് ബീങ് എന്ന് പറയും. ആൻഡ് ലൊക്കേഷൻ ഓഫ് ദിസ് ഡെസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ മാതിരി നമ്മളുടെ ഇതിൻ്റെ മുമ്പിൽ ഓൾഡർ ഫോമർ ആക്ടിൽ അത് സോൾ ആൻഡ് ജോയിൻറ്റ് കസ്റ്റഡി പറയും. അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ നൗ ഓൺലി സോൾ ജോയിൻറ്റ് ഒരു ഡിവൈഡഡ് ഡെസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ നിയമത്തിലേക്ക്, പുതിയ ആക്ട്, പുതിയ ലെജിസ്ലേഷൻ അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ജസ്റ്റിസ് സിസ്റ്റം ഹാസ് കം ത്രൂ. ഇനി നിങ്ങൾക്ക് എന്തൊരു നിയമത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻസോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ, ഇന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഡൗൺ ബിലോ. പിന്നെ അടുത്ത പ്രാവശ്യം ഒരു സെൻസേഷണൽ ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും കാണുന്നതാണ്. നമസ്കാരം. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഔട്ട്ഡോർ ആംബിയൻസിൽ കുറേ നാളുകൾക്ക് ശേഷം കാണിച്ച ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ റൂൾസൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ഞങ്ങളെ എഴുതി അറിയിക്കുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. പുതിയ കുറേ വർത്തമാന കാഴ്ചകളുമായി നമ്മൾ കാണുന്നു അടുത്ത ആഴ്ചത്തെ സമയം ഇതേ ദിവസം. ടിൽ ദെൻ ഇറ്റ്സ് മീക്ക സൈനിങ് ഓഫ്.